ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. MES അസ്മാബി കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഇൻസ്പിരേഷ്യോ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. പരിസ്ഥിതി സൗഹൃദപരമായ വികസനത്തിലൂടെ മാത്രമേ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ. ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ്. കോളേജിലെ പ്രമുഖ പൂർവ്വ വിദ്യാർത്ഥികളെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും അവസരം ഒരുക്കുക എന്നതാണ് പ്രഭാഷണ പരമ്പരയുടെ പ്രധാന ലക്ഷ്യം. ISROയിലെ മുൻ ശാസ്ത്രജ്ഞനും മർക്കസ് നോളജ് സിറ്റിയുടെ സിഇഒയുമായ ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ് പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഥവാ നിങ്ങൾക്ക് ഒരു മോഡൽ വേണം, അല്ലെങ്കിൽ ഒരു മെന്റർ വേണം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ഒരാൾ വേണം. അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മമാണ് ഞാൻ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ തിരിച്ചു വരും. 10 മിനിറ്റ് ശേഷം തിരിച്ചു വരും. നിങ്ങളുമായി ഉള്ളു തുറന്നു, മനസ്സ് തുറന്നു എന്നെ ഞാൻ ആക്കിയ അസ്മാബി കോളേജിൻ്റെ കഥ സ്റ്റോറി ടെല്ലിംഗ് നിങ്ങളുമായി പങ്കുവെക്കാനും അതിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാകാനും നിങ്ങൾക്കും അതുപോലെ എത്താൻ കഴിയും എന്ന് എനിക്ക് ധൈര്യസമേതം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അതിന് ഞാൻ തിരിച്ചു വരും. ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. 1977-79 വർഷങ്ങളിൽ അസ്മാബി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം തൻ്റെ ദീർഘകാലത്തെ വിവിധ മേഖലകളിലെ അനുഭവ പരിജ്ഞാനം വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയും അവയുടെ സംശയങ്ങൾക്ക് വിശദമായ മറുപടി നൽകുകയും ചെയ്തു. സാങ്കേതിക വിദ്യയിൽ അവിശ്വസനീയമായ വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സൗഹൃദപരമായ വികസനത്തിലൂടെ മാത്രമേ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ആവശ്യമായ പരിശീലനം നൽകുന്നതിനു വേണ്ടി കോളേജിൽ ഒരു കേന്ദ്രം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാവിധ സഹായ സഹകരണവും നൽകാമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ K കേശവൻ, കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ജനറൽ സെക്രട്ടറി MK നജീബ്, വൈസ് പ്രസിഡന്റ് സഗീർ, ജോയിന്റ് സെക്രട്ടറി ഉമ, അസോസിയേഷൻ ഭരണസമിതി അംഗം ഡോക്ടർ ഷാഹിജ, ട്രഷറർ ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു.